ഈ മുടിയുടെ പേരിലുള്ള വിഷയങ്ങൾ ഇനി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചിട്ടുണ്ട്. പരാതി പിൻവലിക്കാനാണ് തീരുമാനം. തെറ്റായിപ്പോയി സമ്മതിച്ചു. ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നൊരു ഉറപ്പ് വന്നിട്ടുണ്ട്. നമ്മളെ നോക്കുമ്പോൾ വൃത്തിയായിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പം ഒരു ഫാദർ എന്നുള്ള നിലയിൽ എനിക്ക് മാനസികമായിട്ട് പെട്ടെന്ന് വിഷമം ഉണ്ടായിട്ട് ഞാൻ പ്രതികരിച്ചതാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. കുട്ടിയുടെ മുടി രാവിലെ സ്പോർട്സിൻ്റെ ടീച്ചേഴ്സാണ് ഇത് നോക്കുന്നത്. ഒരു ലൈനായിട്ട് വരുമ്പോൾ സ്പോർട്സ് ടീച്ചേഴ്സ് അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഓഫീസിനവിടെ കൊണ്ടുവരും. പേരൻസിനെ അറിയിക്കും. കാരണം കൊച്ചു കുട്ടികളായതുകൊണ്ട് പേരൻസിനെ അറിയിക്കും. കാരണം ഇത് അൺഎയ്ഡഡ് സ്കൂളാണ്. അതിൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പം കുറച്ച് കഴിയുമ്പോൾ കുട്ടികളെ ഒന്നുകൂടെ വാൺ ചെയ്ത് ഇവരെ ക്ലാസ് വിട്ടു. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ അവർക്കൊരു വിഷമം ഉണ്ടായി എന്ന് തോന്നുന്നു. കാരണം അത് നമ്മൾ പറഞ്ഞു അവരോട് സംസാരിച്ച് പുള്ളിക്ക് അത് ബോധ്യമായി തീർന്നു. ആദ്യം കുട്ടിയുടെ അച്ഛനോട് സംസാരിച്ച ശേഷം ഇല്ല, പിന്നെ നമ്മളെ ഈ കുട്ടി വേറെ കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ പിന്നെ നമ്മളെ താമസിച്ച് ചെല്ലുന്നതുകൊണ്ട് സ്ലിപ്പ് കൊടുത്തല്ലേ പിന്നെ ക്ലാസ് കയറ്റത്തുള്ളൂ. നമ്മുടെ ഈ കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ സ്ലിപ്പ് കൊടുത്ത് ക്ലാസ് വിടുന്ന. കാരണം ഇന്ന് 12 മണിയായപ്പോൾ സ്കൂൾ വിട്ടു. 11:20 ഇൻ്റർവെല്ലിന് വിട്ടു. അപ്പം ഇന്നത്തെ ക്ലാസ് വളരെ കുറവായിരുന്നു. അപ്പം ഈ കുട്ടിയുടെ ഫാദറിനോട് സംസാരിച്ച് ഈ കുട്ടികളെല്ലാം കൊണ്ട് വിളിച്ച് ഒരു വാൺ ചെയ്ത് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് സ്ലിപ്പ് കൊടുത്ത് വിടുന്ന ഒരു സമയം വന്നുള്ളൂ. പിന്നെ രാവിലത്തെ തിരക്കായതുകൊണ്ട് ഒരു റൗണ്ട്സ് പോയിട്ട് വന്നപ്പോഴാണ് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. മറ്റേ ഒത്തിരി ബുദ്ധിമുട്ട് കുട്ടിക്കുണ്ടാകാത്ത രീതിയിൽ തന്നെ കൈകാര്യം. സ്വാഭാവികമായിട്ടും മുടി വെട്ടിയത് ശരിയായി, അല്ലെങ്കിൽ നാളെ അങ്ങനെ വെട്ടി വരണമെന്ന് വാൺ ചെയ്ത് വിട്ടാൽ അല്ലാതെ അങ്ങനെ ചെയ്തുള്ളൂ. കാരണം ആ കുട്ടികളെ നമ്മൾ മറ്റൊരു അടിക്കുകയോ വഴക്ക് പറയുകയോ ഫൈൻ അടിക്കുകയോ ഒന്നും ചെയ്തില്ല. ഉച്ചവരെ നിർത്തില്ല. അപ്പൊ നമ്മള് മനുഷ്യത്തോടുകൂടിയാണ്. കാരണം കുട്ടിക്ക് വാൺ ചെയ്തിട്ട് രാവിലെ തന്നെ ക്ലാസ്സിലോട്ട് വിട്ടു. നമ്മള് ആണെങ്കിലും ഒരു കുട്ടിയെ ആദ്യത്തെ അധ്യയനത്തിന്റെ ആദ്യ ദിവസം പുറത്തു വെക്കുമ്പോൾ ആ കുട്ടി മാനസികമായി അനുഭവിക്കുന്ന ഒരു വിഷമം ഉണ്ടാകും. അത് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തന്നെ രാവിലെ നമ്മൾ വിട്ടതാണ്. അത് നമ്മളെ കുട്ടികളുടെ പേരന്റിനോട് ഇപ്പൊ സംസാരിച്ചിട്ടുണ്ട്. ഇല്ല, നമ്മൾക്കൊരു മാനദണ്ഡം ഉണ്ട്. രാജ്യത്തെ നിയമങ്ങളൊന്നും സ്ഥാപനത്തിന് ബാധകമല്ല. അതനുസരിച്ചാണല്ലോ ചെയ്യുന്നത്. കോടതി വിധി ഉൾപ്പെടെ ഉണ്ട് ഇത്തരത്തിൽ ഒരാൾ മുടിയൊക്കെ വിട്ട ഒരാളുടെ സ്വാതന്ത്ര്യമാണെന്നുള്ള ഒരു സ്കൂളുകളിൽ അത് പറ്റത്തില്ല. അല്ല, ആ മുടി അല്ലേലും അതിനകത്ത് അങ്ങനെ കാര്യമായി വളർത്തിയിട്ടില്ലല്ലോ. മുടി സാമാന്യം നല്ല രീതിയിൽ തന്നെയാണ് വെട്ടിയിട്ടുള്ളത്. നമ്മുടെ സ്കൂളിന്റെ ഒരു നിയമം അനുസരിച്ച് അതങ്ങനെ മുടി പറ്റ നിയമം ഒന്ന് പറയൂ. ഒരു കുറച്ചുകൂടെ ഷോർട്ട് ചെയ്ത് വെട്ടുക എന്നുള്ളതാണ്. അത്രയല്ല, അളവൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അളവല്ല. പട്ടാള ക്യാമ്പിൽ അങ്ങനെയല്ല. അപ്പൊ ഏതായാലും നമ്മളത് പറഞ്ഞു തീർത്തു. അവര് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോയി. അങ്ങനെ പ്രശ്നമുള്ളതല്ല. ഞാൻ രാവിലെ റൗണ്ട്സിലായിരുന്നു. ഞാൻ വന്നപ്പോഴാണ് ഇത്രയും കുട്ടികൾ ഇവിടെ നിൽക്കുന്നത് കണ്ടത്. ഈ കുട്ടി മാത്രമല്ല, വേറെ കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. ഇവരെല്ലാം പറഞ്ഞ് നമ്മൾ വിടുകയും ചെയ്തായിരുന്നു. അത് ക്ലാസ്സിലോട്ട് വിടുകയും ചെയ്തു കുട്ടികളെ. നമ്മളത് സ്കൂളാണ്, എന്തെങ്കിലും തെറ്റുകളുണ്ട് നമ്മൾ തിരുത്തി മുമ്പോട്ട് പോകും. സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് അടൂർ ഹോളിഞ്ചേഴ്സ് സ്കൂളിൽ യാദവ് എന്ന കുട്ടിക്കുണ്ടായ ദുരനുഭവം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ കുട്ടിയുടെ അച്ഛനുമായി മാനേജ്മെൻറ്റ് സംസാരിക്കുകയും പോലീസ് അധികാരികൾ വന്ന് സംസാരിക്കുകയും വിവിധ യുവജന സംഘടനയുടെ ആളുകളും വിദ്യാർത്ഥി സംഘടനയുടെ ആളുകളും വന്ന് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ ഇതിൽ കുറ്റം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സ്കൂളിൽ ഉണ്ടാവത്തില്ലെന്നാണ് ഇതിൻ്റെ സ്കൂൾ മാനേജർ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ വാർത്താ ടെലിഫോണോട് പ്രതികരിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം കേരളത്തിൽ ഒരു കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ ഒരു ദുരനുഭവം തന്നെയാണ് ഹോളിഞ്ചേഴ്സിൽ ഉണ്ടായതെന്നുള്ള യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ വിഷയം ശാശ്വതമായി അവസാനിച്ചു. കുട്ടിയുടെ അച്ഛൻ പരാതി പിൻവലിച്ചു. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള യാതൊരു വീഴ്ചയും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെ മാനേജ്മെൻറ്റ് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്.